എല്ലാവർക്കും നമസ്കാരം. ഏറെ ഹൃദ്യവും ഭക്തിസാന്ദ്രവുമായ ഒരു വിവരം പങ്കുവയ്ക്കുകയാണ് ഇന്ന് കേരള ടുഡേ. നമുക്കറിയാം, ഇത് ശബരിമല തീർത്ഥാടന കാലമാണ്. ഈ ലോകത്തെല്ലായിടത്തും അറിയാവുന്ന പുണ്യ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല. അതുപോലെ തന്നെ പ്രസിദ്ധമാകാൻ പോവുകയാണ് കൊല്ലം ജില്ലയിലെ എഴുകോൺ എന്ന സ്ഥലവും. ക്ഷേത്രത്തിന്റെ പേരിലല്ല, ഒരു കൊച്ചു 10 വയസ്സുകാരിയുടെ പേരിൽ. ഈ 10 വയസ്സിനിടെ, അതായത് 10 വയസ്സ് തികഞ്ഞത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ്, 10 ദിവസങ്ങൾക്കിടെ ഈ കൊച്ചുമിടുക്കി ശബരിമല ദർശനം നടത്തിയത് 50 തവണയാണ്. ഇപ്പോൾ ശരിക്കും ഒരു മാളികപ്പുറം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കുഞ്ഞിനെ വിശേഷിപ്പിക്കാം. എഴുകോൺ സ്വദേശിയായിട്ടുള്ള അഭിലാഷിന്റെ മകൾ അദ്രിതയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അദ്രിതി കുട്ടിയാണ്. മോള് ശരിക്കും എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലാണല്ലേ ഇപ്പോൾ. 50 പ്രാവശ്യം മലയ്ക്ക് പോകാൻ പറ്റിയെന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമായിട്ടാണ് മോള് കരുതുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ആരും തന്നെ ഉണ്ടാവില്ല, ആൺകുട്ടികളായാലും ഉണ്ടാവില്ല 10 വയസ്സിനിടയ്ക്ക് 50 പ്രാവശ്യമൊക്കെ പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയും തവണ പോകാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ്. ശരിക്കും ഭാഗ്യം തന്നെയാണ്. ഓക്കെ ഓക്കെ. സ്കൂളിലൊക്കെ എന്താ പറയുന്നത്? സ്കൂളിലെ എല്ലാ പിള്ളേരും എന്ന് പറഞ്ഞാൽ വലിയ ക്ലാസ്സിലുള്ളവരായാലും ഈ KG ക്ലാസ്സിലുള്ളവരും മിസ്സന്മാരും എല്ലാവരും ചോദിക്കും. അവിടുത്തെ ആൻറ്റിമാരൊക്കെ ചോദിക്കും, ശബരിമല 50 തവണ പോയല്ലേന്ന് ചോദിക്കും. 50 തവണ പോയതെന്ന് പറയാമോ? എല്ലാ മാസവും ഞങ്ങൾ പോകും. ഇവിടുന്ന് രാവിലെ പോകും അല്ലേ? രാവിലെ പോകും. ഞങ്ങൾ ഈ 2 തവണ പുൽമേട് വഴി പോയി, ഈ കഴിഞ്ഞ 2 തവണ. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി, വെളുപ്പാങ്കാലം 4 മണിക്ക് പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ക്ഷീണമോ അങ്ങനെ തളർച്ചയോ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? ഒന്നുമില്ല. 9 മാസം ഉള്ളപ്പോഴാണ് ശരിക്കും പറഞ്ഞു ഞാൻ മോള് പോയത്, ആദ്യമായിട്ട് മലയ്ക്ക് പോയത്. ശരിക്കും അന്ന് മുതൽ ഇപ്പോൾ വരെയും എന്താ പറയുക, ഇനിയും പക്ഷേ 10 വയസ്സായിപ്പോയി കുഞ്ഞിന്. കഴിഞ്ഞ 4-ാം തീയതി ആയിരുന്നു ബർത്ത്ഡേ. 4-ാം തീയതി ആയിരുന്നു 10 വയസ്സായത്. അപ്പോൾ അത് പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണല്ലേ? ഇനി സങ്കടമുണ്ട്. പക്ഷെ 50 വിഷയം ഞാൻ പോകും. 50 പ്രാവശ്യം പോയത് പോരെ, 50 വയസ്സ് കഴിഞ്ഞ് പോകുന്നുള്ളൊരു വലിയ പ്രഖ്യാപനം തന്നെ വന്നിരിക്കുന്നത്. ഏതായാലും അത് ഭയങ്കര സന്തോഷമായി കേട്ടോ, ഒത്തിരി സന്തോഷമായി അത് കേട്ടപ്പോൾ. അവിടെ മേൽശാന്തി തന്ത്രിയൊക്കെ ആയിട്ട് നല്ല കോണ്ടാക്റ്റും പരിചയമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? എനിക്ക് ഓണത്തിന് പോയപ്പോൾ 2 ഓണക്കോടി കിട്ടി. ഓണക്കോടി കിട്ടി. എല്ലാ വർഷവും ഉണ്ടോ അങ്ങനെ? ഇല്ല, എനിക്ക് കഴിഞ്ഞ ഓണം പോയപ്പോഴാണ് കിട്ടി. കഴിഞ്ഞ ഓണത്തിന് പോയപ്പോഴാണ് കിട്ടിയത്. ശരിക്കും ഒരു മാളികപ്പുറം എന്താ പറയുക, ആ ഒരു ഫീല് തന്നെയാണ് എനിക്കിപ്പോൾ മോളുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം എല്ലാ വർഷവും അവിടെ ചെല്ലാൻ പറ്റുക എന്നുള്ളത്, മാസത്തിൽ എല്ലാ വർഷവും ചെല്ലാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഒരുപക്ഷെ നമ്മൾ ഇത്ര നാളിലും കേട്ടിട്ട് പോലുമില്ല, കാരണം കേരളത്തിലെ നല്ല ഇന്ത്യയിൽ പോലും കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ ഇത്രയും റിസ്ക് എടുത്ത ഒരു കുഞ്ഞ് ക്ലൈമറ്റ് നോക്കുന്നില്ല. കോവിഡ് സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? കോവിഡ് സമയത്ത് RT-PCR എടുത്ത് പോകുമായിരുന്നു. RT-PCR എടുത്തിട്ടും പോയില്ലേ? ഓക്കെ. ഒട്ടും തന്നെ മുടക്കം വരുത്തിയില്ല. അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, അതിൻ്റെ എല്ലാ എന്താ പറയുക, ആ ഒരു അവരുടെ വിശ്വാസത്തിൻ്റെതാണ്, നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള എല്ലാ വിശ്വാസത്തിൻ്റെയുമാണ്. എല്ലാ മാസവും കുട്ടി അമ്പലത്തിലേക്ക് പോകുന്നു. ശരിക്കും ഭഗവാന്റെ തീർത്തും എന്താ പറയുക അനുഗ്രഹം കുട്ടിയിലേക്ക് ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും മോക്ക് നേരുന്നു. അതോടൊപ്പം സ്കൂളിൽ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? ഞാൻ ഡാൻസിനും കരാട്ടയ്ക്കും ഉണ്ട്. 2 ഡാൻസിനും കരാട്ടയ്ക്കും ഉണ്ട്. ഏതൊക്കെ ഐറ്റമാണ് ഡാൻസ്? ഒന്ന് സെമി ക്ലാസിക്, പിന്നെ ഈ ഫ്യൂഷനാണ് ഞാനാ പഠിപ്പിക്കുന്നതോ? ആരെ പഠിപ്പിക്കുന്നേ? പിള്ളേരെ. ആണോ? ഓ, ഇവിടെ ഒരു ടീച്ചറും കൂടെ ആട്ടോ, ഒരു കുട്ടി ടീച്ചറും കൂടെയാണ് നമ്മുടെ മോള്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഫ്യൂഷൻ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് പോകാതോ മോക്ക് പഠിപ്പിക്കാനല്ല? അവിടെ ചെന്നിട്ട് ഈ എൻ്റെ വേറൊരു ക്ലാസ്സിൽ എൻ്റെ ഫ്രണ്ടുണ്ട്, അപ്പം ഞങ്ങൾ 2 പേരും കൂടെ അവരെ പഠിപ്പിക്കും. അപ്പോൾ അത് ഞങ്ങൾ ആ സമയത്ത് സ്റ്റെപ്പ് ഇടുന്നതാണ് അല്ലേ? സമയത്ത് സ്റ്റെപ്പൊക്കെ വരും. അപ്പോൾ ആനുവൽ ഡേ വരുവാണല്ലോ January 15th. ഓക്കെ ഓക്കെ. പ്രാക്ടീസിലായിരിക്കുമല്ലോ? ആണ്.
ഈ 3rd പീരീഡ് തൊട്ട് പ്രാക്ടീസ് ആക്കും. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ 3rd പീരീഡ് തൊട്ട് ആൾ ഭയങ്കര ബിസിയാണ്. ഒരു കുട്ടി ടീച്ചറും കൂടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി മോളുടെ അച്ഛനുണ്ട്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ശരിക്കും 9 മാസം മുതൽ കുഞ്ഞിനെ ഇത്രയും നാൾ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതൊരു വലിയ റിസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പണ്ട് തൊട്ട് ശബരിമലയ്ക്ക് പോകുന്നത് എല്ലാ മാസം പോയിക്കൊണ്ടിരുന്നതാണ്. എല്ലാ മാസം പോകുന്നുണ്ടായിരുന്നു. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ മോളുടെ ഇഷ്ടത്തിന് വരും, അല്ല ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടില്ല. അത് വലിയ കാര്യം തന്നെയാണല്ലേ. സാധാരണ കുട്ടികൾക്കൊക്കെ ഇത്ര ലോങ് യാത്ര മടി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. 9 മാസം മുതൽ പോകുന്നുണ്ടല്ലേ? പിന്നെ 1.25 വയസ്സായപ്പോൾ രണ്ടാമത് കൊണ്ടുപോയി. പിന്നെ 3 വയസ്സിനിടയ്ക്ക് തന്നെ 7 പ്രാവശ്യം കൊണ്ടുപോയി. ബുദ്ധിമുട്ട് തോന്നില്ല. ബുദ്ധിമുട്ട് അങ്ങനെ നടന്നുള്ളൂ വരും. വേറെ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞിട്ടുണ്ട് 50 വയസ്സാകുമ്പോൾ പുൽമേട് വഴിയൊക്കെ 1 മാസത്തിൽ 2 പ്രാവശ്യം പോകുന്നത് അതൊക്കെ ഏറ്റവും റിസ്ക് ഉള്ള കാര്യം. ഞാൻ ആദ്യമായിട്ട് പുൽമേട് വഴി പോകുന്നത്. ഞാനിപ്പോൾ 190 പ്രാവശ്യം പോയിട്ടുണ്ട്. 90 എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. 90 നടന്നോളൂ അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് പുൽമേട് വഴി പോകുന്നത്. ഈ പ്രാവശ്യം പോയപ്പം എരുമേലി പോയി പേട്ടതുള്ളിട്ടാണ് പോയത്. പിന്നെ ഇത്തവണ പോയപ്പോൾ എനിക്ക് മാളയപ്പുറം മേൽശാന്തിയുടെ നിന്നും സന്നിധാനത്ത മേൽശാന്തിയുടെ നിന്നും എനിക്ക് പൊന്നാടയൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ശബരിമലയിൽ മേൽശാന്തി എനിക്ക് ഒരു ഏലക്കമാല എന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. ഏതായാലും ഭഗവാന്റെ അനുഗ്രഹം മോൾക്കുണ്ടാകട്ടെ. ഇനി ഏതായാലും എന്താ പറയുക, നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ 50 വയസ്സൊക്കെ ആകുമ്പോൾ പോകും. പക്ഷെ അതിനിടയ്ക്ക് വേറെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, അംബീഷനൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? IPS ആവണമെന്നുണ്ട്. IPS ആവണമെന്നുണ്ട്. IPS ആവും, ഉറപ്പായിട്ടും ആവില്ലേ? ഓക്കെ. അതിനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴേ തന്നെ തുടങ്ങട്ടെ. ഏതായാലും അമ്മയുടെ കൂടെ പോലെ. ഓക്കെ ഓക്കെ. പമ്പ ഗണപതി കോവിലിലും പോകാൻ പറ്റട്ടെ, എല്ലാ വർഷവും എല്ലാ മാസവും പോകാൻ പറ്റട്ടെ എന്നും കൂടി ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ആശംസിക്കുന്നു. എനിക്ക് ശബരിമല മേൽശാന്തി തന്നതാ. അകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന് തന്നതാണ്. എനിക്ക് കഴിഞ്ഞാണ് പോയപ്പോൾ എനിക്ക് ഒരു ശബരിമല മേൽശാന്തി എനിക്ക് തന്ന പൊന്നാടയാണ്. വാഴപ്പുറത്തുനിന്നും മേൽശാന്തി വന്നതാണ്. എന്നിട്ട് പറഞ്ഞു എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, എന്നെ കാണാൻ പറ്റിയത് മേൽശാന്തിയുടെ ഭാഗ്യം, ഞാൻ നന്നായിട്ട് പഠിക്കണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും എനിക്ക് ശബരിമല മേൽശാന്തിയുടെ അവർ തരും. പിന്നെ എനിക്ക് അതിന് സാധനം തരിക എപ്പോഴും തരും. എല്ലാ തുടങ്ങുമ്പോഴും എനിക്ക് തരും. അപ്പോൾ ഇവിടെ എല്ലാ തുടങ്ങുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട മാളികപ്പുറത്തിൻ്റെ അമ്മയാണ് കൂടെ ഉള്ളത്. ശരിക്കും മാമിന് ലീവായിരുന്നു അല്ലേ? ഇന്ന് ലീവാണ്, കോളേജ് ലീവാണ്. ശരിക്കും ഇപ്പോൾ എന്താ തോന്നുന്നത് മനസ്സിൽ? ഭയങ്കര സന്തോഷമാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഭാഗ്യമാണ്. നമ്മളങ്ങനെ 50 തവണ പോകും എന്നുള്ള പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റുന്നത്രയും പോകാമെന്ന്. പക്ഷെ 50 തികച്ചും, അതും പിറന്നാളിൻ്റെ തൊട്ട് തലേ ദിവസം, അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുക. നമ്മൾ പ്രതീക്ഷിച്ചതേയില്ല അങ്ങനെ ചെല്ലാൻ പറ്റുമെന്നും. അത് ഇത്രയും തിരക്കുള്ള ഒരു സമയത്ത്. ഇപ്പം ഈ വൃശ്ചികം നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ബർത്ത്ഡേക്ക് ഇപ്പുറം ഡേറ്റ് നീണ്ടുപോകും, അങ്ങനെ എന്തെങ്കിലും സാഹചര്യം? അതെ, ബുക്കിംഗ് കിട്ടിയില്ലായിരുന്നു. മോക്ക് ബുക്കിംഗ് നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നീട് സ്പോട്ട് ഡേ കഴിയുന്ന സമയമായിരുന്നു. അതെ അതെ അതെ, ബർത്ത്ഡേ 4th-ന് 14-ാം തീയതി ബുക്കിംഗ് കിട്ടി. പക്ഷേ അത് മോക്ക് കിട്ടിയില്ല, റിജക്റ്റ് ആയിരുന്നു. പിന്നെ കൊട്ടാരക്കര കടവമ്പലത്തിൽ സ്പോട്ട് ബുക്കിംഗ് എടുത്ത് 2-ാം തീയതി. അപ്പം 3-ാം തീയതി കിട്ടത്തില്ല, 2-ാം തീയതി എടുത്ത്. 4-ാം തീയതി ബർത്ത്ഡേ ആയിട്ട് 3-ാം തീയതി കിട്ടത്തില്ല. അപ്പോൾ 2-ാം തീയതി സ്പോട്ട് ബുക്കിംഗ് എടുത്തിട്ടാണ് പോയത്. ശരിക്കും ഒരു ഭാഗ്യം പോലല്ലേ? അത് തന്നെ ഏറ്റവും വലിയ നിയോഗം. സ്പോട്ട് ബുക്കിംഗ് എടുക്കുക, അതും ബർത്ത്ഡേ തലേന്ന് നമുക്ക് ദർശനം കിട്ടുന്ന തരത്തിൽ പോകാൻ സാധിക്കും. ഇതൊന്നും വിചാരിക്കുന്നതേ ഇല്ല. കാരണം ഇത്രയും റഷായി നിൽക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ക്യൂവിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ സ്പോട്ട് ബുക്കിങ്ങിൽ പോലും കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ വലിയൊരു അത്ഭുതമാണ് അല്ലേ? പോയ ദിവസവും പമ്പ തൊട്ട് 10 മണിക്കൂർ ക്യൂ ആണ്. പക്ഷെ ഞങ്ങൾ ക്യൂവിലേ നിന്നില്ല. 18-ാം പടിയുടെ മുമ്പിൽ ഒരു 10 മിനിറ്റ് അത്രയും നിന്നോളൂ. ഓക്കെ ഓക്കെ. ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല അല്ലേ? ഇല്ലില്ല. അത് നമ്മൾ പറയായിരുന്നു, ഭഗവാനും കൊണ്ടുപോയ പോലെ അവരങ്ങ് പോവായിരുന്നു, എങ്ങും ബ്രേക്ക് ആവാതെ. അങ്ങനെ അങ്ങ് പോയി. നേരെ 18-ാം പടിയുടെ അടുത്ത് ചെന്നു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് ഒരു ദർശനം. ഇത് വീട്ടിലിരുന്ന് കേൾക്കുമ്പോൾ തന്നെ
ഭയങ്കര സന്തോഷമായിരുന്നു. ന്യൂസിലൊക്കെ അന്ന് ഉണ്ടായിരുന്നു അല്ലേ? വീട്ടിലിരുന്ന് നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഏതായാലും ദേവസ്വം ബോർഡ് സ്റ്റാഫുകളും പോലീസിലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് അവിടെ. സന്നിധാനത്ത് എന്നാൽ ദർശനത്തിന് ബുദ്ധിമുട്ടില്ല. അതിൽ നല്ല അല്ലല്ലോ, ഭഗവാന്റെ VIP ആണല്ലോ അല്ലേ? അവിടെ എല്ലാവർക്കും നല്ലോണം അറിയാമല്ലോ. ഓക്കെ. ശരിക്കും പറയാം, ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസവും നിമിഷവും കൂടിയായിരുന്നു അല്ലേ അന്ന്? അതെ അതെ, ഒരുപാട് സന്തോഷം. ഞാനും മോളുടെ അപ്പൂപ്പനും അമ്മൂമ്മമാരും എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണ് നിറയുമായിരുന്നു. നമുക്ക് ആർക്കും കിട്ടാത്ത അസുലഭമായിട്ടുള്ളൊരു, ഭയങ്കര പോയ 2-3 തവണ പോയിട്ടുണ്ടാവുള്ളൂ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. ഏതായാലും ഒത്തിരി സന്തോഷത്തിലാണ് ഈ കുടുംബം. ഏറ്റവും അധികം എന്താ പറയുക, എല്ലാവിധ അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഹൂർത്തം പോലെയാണ് ഞങ്ങൾക്കും തന്നെ ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു പ്രഖ്യാപനം കൂടി നമ്മുടെ മോളുടെ ഭാഗത്തുനിന്നുണ്ട്. 50 പ്രാവശ്യം തികഞ്ഞുവെങ്കിലും ഇനി 50 വയസ്സാകുമ്പോൾ വീണ്ടും പോകുമെന്നാണ് പറയുന്നത്. ഏതായാലും അതൊരു വലിയ നല്ല സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത തന്നെയായിരുന്നു. ഏതായാലും അതിനുള്ള ഭാഗ്യവും കുട്ടിക്കുണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും.